ഹായ്, ഞാൻ ജെസ്സി. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ കുറച്ച് വിത്തുകളുണ്ട് കേട്ടോ. കക്കിരിൻ്റെ, ക്യാപ്സിക്കം, ചീരൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന പയറിൻ്റെ വിത്ത് എടുത്തേച്ചതാണ് കേട്ടോ, വിത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഇന്ന് അത് എടുക്കണില്ല. അപ്പോൾ തൊടുവിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു കൊതുകുതിരിയും കൈ പിടിച്ചിട്ട് വേണം കേട്ടോ ഇറങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ വല്ലാത്ത കൊതുകാണ്. അപ്പോൾ ഞാനിതാ ഈ കൊതുകുതിരി എടുത്തുങ്ങാണ്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ക്യാപ്സിക്കത്തിൻ്റെ 3 കളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വിത്ത് തന്നിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായാൽ മതിയെന്നു. അപ്പോൾ ഞാനിതാ മുന്നേ കുഴിച്ചിട്ടിരുന്ന ചാക്കുകളാണത്. ചാക്കുകളിലുണ്ടായിരുന്ന കച്ചറകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വൃത്തിയാക്കിങ്ങാണ്ട് മടക്കി വെച്ചു. ആ പഴയ മണ്ണ് തന്നെയാണ്, അതിൽ വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. വെറും മണ്ണ് മാത്രം തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ചവിരിൻ്റെ തുപ്പ്, അങ്ങനെ ഈ രണ്ടും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. എന്നാലും മുളച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിങ്ങാണ്ട് കുഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതാ കുക്കുംബറിൻ്റെയാണ് ഞാൻ ഈ ചാക്കിൽ ഇട്ടിട്ടുള്ളത്. അത് ഒരു ചാക്കിലിട്ടിട്ടുണ്ട്. പിന്നെ അത് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ വിത്താണ്. അതും എടുത്തിട്ട് ഞാനൊരു ചാക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതിൽ ഇട്ടിട്ട് മുളച്ച് കഴിഞ്ഞിട്ട് മാറ്റിങ്ങാണ്ട് കുഴിച്ചിടാലോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉണ്ടാവില്ലേ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുക്കുംബറും ക്യാപ്സിക്കവും കുഴിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് മുളച്ച് വന്നിട്ട് മാറ്റിങ്ങാണ്ട് കുഴിച്ചിടാം. അപ്പോൾ ഉണ്ടാവില്ലേ നോക്കട്ടെ. അപ്പോൾ അതാ വിത്തുകളൊക്കെ അങ്ങോട്ട് വെറുതെ പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക കേട്ടോ. മഴ ഉണ്ട്, അപ്പോൾ പുറത്ത് മഴയത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യമായിട്ടായത് കൊണ്ടേ ഉണ്ടാവില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് എന്താക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ ഇട്ട് കൊടുക്കണത്, ഇനി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. മുളച്ച് വരണമെങ്കിൽ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായാലോ. അപ്പോൾ അതങ്ങനെ മുളച്ച് വരട്ടെ. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നോക്കാനേ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുക്കുംബറും ഇതാദ്യമായിട്ടാണ്, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെയും ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഒരു വട്ടം നോക്കിയതാണ്, അത് പാളിപ്പോയി. ഇനിയിപ്പോൾ ഇതും രണ്ടാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ നമ്മൾ തോൽക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴാണ് ഉണ്ടാവണേ അതുവരെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഒന്നിപ്പോൾ ഇതാ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം മണ്ണൊക്കെ നല്ലോണം ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. മഴ നല്ലോണം വരുന്നതിൻ്റെ മുന്നേ ഇതങ്ങോട്ട് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ ചായ കുടിച്ചോടുകൂടെ ഇറങ്ങിയതായിരുന്നു ഇപ്പോൾ ഇതാ ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മഴ അല്ലെങ്കിൽ ഒന്ന് പെയ്ത് തോർന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിനാണെങ്കിൽ തോന്നണമില്ല, ഇപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇതാ ഈ ബക്കറ്റും കുറച്ച് മുന്നേ വേറെ എന്തൊക്കെയോ കുഴിച്ചിട്ട ബക്കറ്റായിരുന്നു, അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതും അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലത്തെ കച്ചറകളൊക്കെ അതും ഇത് മാറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ ചീരൻ്റെ വിത്തെടുത്തിട്ട് അതിലൊന്ന് പാകി കൊടുത്തിട്ടുണ്ട്. ചീര ഞാൻ വിചാരിച്ചത് എന്താണെന്നോ, ഇതിൽ ഉണ്ടായിട്ട് മുളച്ച് വന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റിങ്ങാണ്ട് കുഴിച്ചിടാലോ എന്നാണ് വിചാരിച്ചിരിക്കണത് കേട്ടോ. വേണമെങ്കിൽ പുറത്ത് മണ്ണൊന്ന് കൊത്തി കൊടുത്തുങ്ങാണ്ട് അതിൽ ഇട്ടാലും മതി, മുളച്ച് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് എവിടെയാണ് കുഴിച്ചിടേണ്ടത് എന്നുള്ളതൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ അതുവരെ ഇതിൽ കിടക്കട്ടെ എന്ന് വെച്ചു. മുളച്ചിട്ട് നല്ല തൈ നോക്കിങ്ങാണ്ട് മാറ്റി കുഴിച്ചിടാലോചിച്ചിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാ ഇതും വിത്തുകളൊക്കെ ഇതാ ചാക്കിൽ പാകി വെച്ചിട്ടുണ്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ടിപ്പോൾ പെയ്തും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മഴയും ഞാനിങ്ങനെ മത്സരിച്ചും കൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് തോരുമ്പോൾ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും മഴ പെയ്യും, അപ്പോൾ ഞാൻ പിന്നെയും കയറും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഈ സാധനങ്ങൾ കുഴിച്ചിട്ടത്. അപ്പോൾ ഞാൻ എന്താക്കി, ഈ ബക്കറ്റ് എന്താക്കി മഴ വല്ലാതെ തട്ടാത്ത ഒരു അരുവിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, വഴുതനങ്ങൻ്റെ തൈൻ്റെ ചുറ്റുപാടിൽ ഒന്ന് പുല്ലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തിക്കളച്ച് കുറച്ച് വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ നല്ലോണം ഉണ്ടായതായിരുന്നു. ഇപ്പോൾ ചൂടായപ്പോൾ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും നല്ല ഇലകളൊക്കെ വന്നുങ്ങാണ്ട് ഉഷാറായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കിങ്ങാണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മഴയത്തെ നല്ല ഉണ്ടാവും. മഴ അങ്ങനെ പെയ്തും കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.